വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മൈ മുഫീദ. മക്കളെ, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങൾ ഏവരും ആഗ്രഹിച്ച ഒരു വീഡിയോയുമായിട്ടാണ്. കഴിഞ്ഞ വീഡിയോയ്ക്ക് താഴെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലെ സ്മോൾ ജി വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് പറഞ്ഞു തരുമോ എന്നുള്ളത്. സോ അതിന്റെ കംപ്ലീറ്റ് ആൻസറുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഒരു ഡൗട്ടും ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇനി ഉണ്ടാവില്ല എന്ന് ഞാൻ ഷുവർ തരികയാണ്. സോ ജിന്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാം, ദാറ്റ് ഈസ് 9.8 മീറ്റർ ബൈ സെക്കൻഡ് സ്ക്വയർ ഇസ് ദ യൂണിറ്റ് അല്ലേ, നമുക്ക് അറിയുന്ന കാര്യമാണ്. ഓക്കെ, ഇനി ഇവിടേക്ക് നോക്കിക്കോളൂ. നമുക്ക് രണ്ട് കേസസ് ആണ് ന്യൂമറിക്കൽസ് ആയിട്ട് ചോദിക്കുക. ഓക്കെ, പല പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ പറ്റും. ഇതുപോലെ ഒരു കല്ലിനെ നമ്മൾ താഴെ നിന്നും മുകളിലേക്ക് എറിയുന്നു. അങ്ങനെയാണെങ്കിൽ ആ എറിഞ്ഞെടുത്ത സമയം എത്ര, എറിയുമ്പോഴുള്ള വെലോസിറ്റി എത്ര, അങ്ങനെ അങ്ങനെ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ചോദിക്കും. ആ എറിയുമ്പോഴുള്ള അവിടെയുള്ള ബിൽഡിങ്ങിന്റെ ഹൈറ്റ് എത്ര, അങ്ങനെയാണ് നിങ്ങളോട് ചോദിക്കുക. ഓക്കെ, അപ്പൊ മക്കളെ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മള് ഫസ്റ്റ് ചാപ്റ്ററിലെ നമ്മുടെ മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ആക്സിലറേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ എ എന്നാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അവിടുത്തെ ആക്സിലറേഷന്റെ പ്രത്യേകത നമ്മൾ റോഡിലൂടെ പോവുക അല്ലെ, ഹോറിസോണ്ടൽ മോഷൻ ആയിരുന്നു. പക്ഷെ ഇവിടെ ആക്സിലറേഷനെ നമ്മൾ ജി എന്ന് വിളിക്കാൻ പോവാണ് അല്ലെ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇവിടെയുള്ള മോഷന്റെ പ്രത്യേകത വെർട്ടിക്കൽ മോഷൻ ആയിരിക്കും, മുകളിലേക്ക് അല്ലെങ്കിൽ താഴേക്ക്. ഇതാണ് ഈ മോഷന്റെ പ്രത്യേകത. ഇവിടെ നമ്മൾ എ അല്ല എടുക്കേണ്ടത്, എക്ക് പകരം നമ്മൾ എടുക്കേണ്ടത് എന്താണ്, ജി ആണ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി സ്മോൾ ജി ആൻഡ് ഹാവിംഗ് ദ വാല്യൂ 9.8 യൂണിറ്റ്, ആക്സിലറേഷന്റെ സെയിം യൂണിറ്റ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, രണ്ട് കേസസ് ആണ് ക്വസ്റ്റ്യൻസിൽ വരിക. ഒന്ന്, കല്ലിനെ മുകളിൽ നിന്നും താഴേക്ക് ഇടുന്നു അല്ലെ, കൽ ഈസ് എന്താണ് നോക്കിയോ, A stone falls down from the top of a wall. കണ്ടോ, ഒരു കല്ലിനെ മുകളിൽ നിന്നും താഴേക്ക് ഇടാണ്. ചില കേസസ് ഇതുപോലെയാണ് വരിക. എ ബോൾ ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ്, കല്ലിനെ മുകളിലേക്ക് എറിയുന്നു, ബോളിനെ മുകളിലേക്ക് എറിയുന്നു. ഓക്കെ, അങ്ങനെ രണ്ട് കേസസ് ആണ് വരിക. ഒന്ന് ഡൗൺവേർഡ്, ഒന്ന് അതുപോലെ തന്നെ അപ്വേർഡ്. ഇങ്ങനെ രണ്ട് കേസസ് വരും. ഫസ്റ്റ് കേസ് നമ്മൾ ഡൗൺവേർഡ്, കല്ലിനെ മുകളിൽ നിന്നും താഴേക്ക് ഇടുന്നു. കല്ല് ചിലപ്പോൾ എന്തായിട്ടുണ്ടാവും, സ്റ്റോൺ ആവാം, ചിലപ്പോൾ അത് ബോൾ ആകാം, എന്തും ആവാം കേട്ടോ. ഓക്കെ, എന്തും ആവാം, പല പേരുകൾ, ഒബ്ജക്ട്സ് പല ടൈപ്പ് ആവും. ഓക്കെ, അപ്പം ഒരു കല്ല് അല്ലെങ്കിൽ ഒരു സ്റ്റോണ് മുകളിൽ നിന്നും താഴേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കണം, അവിടെ എന്റെ പകരം ജി ആയിരിക്കും. അതുപോലെ തന്നെ ജിന്റെ വാല്യൂ ജി ഷുഡ് ബി പോസിറ്റീവ് ആയിരിക്കണം. ജി ഈസ് ഈക്വൽ ടു +9.8 മീറ്റർ ബൈ സെക്കൻഡ് സ്ക്വയർ ആൻഡ് ജി ഈസ് ഈക്വൽ ടു പോസിറ്റീവ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഒരു കല്ലിനെ മുകളിൽ നിന്നും താഴേക്ക് ഇടുമ്പോൾ നമുക്കറിയാം ആക്സിലറേഷന്റെ കാര്യം നമ്മൾ പറഞ്ഞു, അത് പോസിറ്റീവ് ആണ്. പിന്നെയും വേറെ കുറെ ആൾക്കാരുണ്ട് അല്ലെ, മോഷന്റെ കേസിൽ യു ഉണ്ടാകും, വി ഉണ്ടാകും. യു എന്ന് പറയുമ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി, വി എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റി. യുവിനെ കുറിച്ച് വിനെ കുറിച്ചിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇവിടെ യു നമുക്ക് അറിഞ്ഞിരിക്കണം, അത് ക്വസ്റ്റ്യനിൽ ഒരിക്കലും തരത്തില്ല. യു എന്ന് പറയുന്നത് എന്തായിരിക്കും മക്കളെ, 0 ആയിരിക്കും. ആൻഡ് വിനെ കുറിച്ചിട്ട് നമുക്ക് യാതൊരു ഐഡിയ ഉണ്ടാവില്ല. സോ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതായിരിക്കും വി കണ്ടുപിടിക്കുക. താഴേക്കുള്ള മോഷന്റെ മെയിൻ ക്വസ്റ്റ്യൻസിലെല്ലാം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്, വി കണ്ടുപിടിക്കുക എന്നുള്ളത്. യു ഒരിക്കലും ക്വസ്റ്റ്യനിൽ തരില്ല, പക്ഷെ നമ്മൾ അത് ഇവിടെ നമ്മൾ ഹൃദയത്തിൽ നിന്ന് എടുത്ത് വേണം നമ്മൾ എഴുതാൻ. ദാറ്റ് ഈസ് യു ഹാവിംഗ് ദ വാല്യൂ 0 ആണെന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഇത്ര കാര്യം ഡൗൺവേർഡ് മോഷനിൽ മനസ്സിലാക്കിയാൽ മതി. ഇനി അപ്വേർഡ്, കല്ലിനെ മുകളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, താഴെ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, ഇനി മുകളിലേക്ക് എറിയാൻ പോവാണ്. എന്താണ്, അപ്വേർഡ്, മുകളിലേക്ക്, അപ്വേർഡ് മോഷനിൽ മക്കൾ മനസ്സിലാക്കുക. ഇവിടെ ജി പോസിറ്റീവ് ആണെങ്കിൽ ഹിയർ ജി എന്തായിരിക്കും, ഓഫ് കോഴ്സ് നെഗറ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടെ തുടക്കത്തിലുള്ള വെലോസിറ്റി യു, ഇനീഷ്യൽ വെലോസിറ്റി നമുക്ക് ഒരിക്കലും തരത്തില്ല, പക്ഷെ ഇവിടെയുള്ള ഫൈനൽ വെലോസിറ്റി ഷുഡ് ബി 0. ഇത്ര കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് വരുന്ന ഏതൊരു ക്വസ്റ്റ്യനും പുഷ്പം പോലെ നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ പറ്റും. സോ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. അതിനു മുന്നേ ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഇക്വേഷൻസ് ഓഫ് മോഷനിൽ 3 ഇക്വേഷൻസ് പഠിക്കുന്നുണ്ട്. എന്തൊക്കെയായിരുന്നു, v = u + at, പിന്നെന്തായിരുന്നു, s = ut + ½ at², വേറെന്തായിരുന്നു, v² = u² + 2as. ഇവിടെ അറിയാം, നമ്മൾ ഗ്രാവിറ്റേഷനിൽ അല്ലെ നമ്മളുടെ ന്യൂമറിക്കൽസ് ചെയ്യുന്ന സമയത്ത് അപ്വേർഡ് ഓർ ഡൗൺവേർഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. ആ സമയത്ത് എ ഷുഡ് ബി അല്ലെ എന്താക്കി മാറ്റണം, ജി ആക്കി മാറ്റണം. അതുപോലെ തന്നെ ഇക്വേഷൻ എങ്ങനെ മാറും, v = u + gt.
എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് ജി ടി സ്ക്വയർ. പിന്നെന്താണ് വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2gs. അങ്ങനെ എന്ത് മാറി? ഇക്വേഷൻ മാറിയിട്ടുണ്ട്. സോ ഹിയർ വി ഹാവ് ടു യൂസ് ദീസ് ഇക്വേഷൻസ്. ജി ഉള്ള ഇക്വേഷൻസ് വേണം നമ്മൾ ഉപയോഗിക്കാൻ. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ഒരു കാര്യം കൂടെ, 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. ഒന്ന് മുകളിൽ നിന്നും താഴേക്ക് ഇടുന്നത്, അതാണ് ഏറ്റവും ഈസി ടൈപ്പ്, കാരണം അവിടെ ജി പോസിറ്റീവ് ആണ്. മറ്റേ ടൈപ്പ് എന്ന് പറഞ്ഞാൽ താഴെ നിന്നും ഒരു ബോളിനെ മുകളിലേക്ക് എറിയുന്നു അല്ലെങ്കിൽ ഒരു കല്ലിനെ മുകളിലേക്ക് എറിയുന്നു എന്നുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും, കാരണം അവിടെ ജി നെഗറ്റീവ് ആണ്. കോംപ്ലിക്കേറ്റഡ് എന്നൊന്നും പറയാനില്ല, നെഗറ്റീവ് ആണെന്നേ ഉള്ളൂ. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. എ സ്റ്റോൺ falls down from the top of a wall in 1 second. Okay, in 1 second എന്നാട്ടോ, in 1 second to the ground. ഓക്കെ, അവിടെ ജി നമ്മുടെ ഭാഗ്യത്തിന് അവിടെ ജി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു 9 പോയിന്റ് എടുക്കണ്ട, നിങ്ങളെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ട് ഒരു പറയാണ് അത് 10 എന്ന് എടുത്തോളൂ പറയും. ഓക്കെ, ജി ഷുഡ് ബി നമ്മൾ എത്ര എടുക്കണം? അവിടെ 10 എന്ന് എടുത്തോളൂ അല്ലെ. വളരെ ഈസി ആയി ക്വസ്റ്റ്യൻ. ഓക്കെ, ആൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ദ സ്റ്റോൺ ജസ്റ്റ് ബിഫോർ ഇറ്റ് ടച്ചസ് ദ ഗ്രൗണ്ട്? എന്താണ്? കല്ലിനെ മുകളിൽ നിന്ന് നമ്മൾ താഴേക്ക് എറിയാണ്, അപ്പൊ നമ്മളെ മനസ്സിലേക്ക് വരേണ്ടത് ഏത് ചിത്രമായിരിക്കണം? ഇതായിരിക്കും നമ്മുടെ മനസ്സിലായിട്ട് വരുന്നത്. മുകളിൽ താഴേക്ക് എറിയുമ്പോൾ ജി എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണ്, യു പറഞ്ഞാൽ 0 വി എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കണേ. വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ദ സ്റ്റോൺ ജസ്റ്റ് ബിഫോർ ടച്ചസ് ദ ഗ്രൗണ്ട്? യെസ്, ഇവിടെയുള്ള വെലോസിറ്റി, അതായത് ഫൈനൽ വെലോസിറ്റി ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എത്ര എന്നറിയില്ല, യു നമുക്ക് ക്വസ്റ്റ്യനിൽ ഒരിക്കലും തരില്ല. പക്ഷെ നമ്മൾ പറഞ്ഞു ഹൃദയത്തിൽ നിന്ന് നമ്മൾ എടുത്തെഴുതാം. ദാറ്റ് ഈസ് യു ഈക്വൽ ടു എന്താണ്? 0 ആണ്. ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ആൻഡ് ജി എന്താണ്? ഇവിടെ പോസിറ്റീവ് ആണ്. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് വി കണ്ടുപിടിച്ചൂടെ? വെരി വെരി സിമ്പിൾ അല്ലേ? നമ്മുടെ കയ്യില് 3 ഇക്വേഷൻസ് ഉണ്ട്. വി ഈക്വൽ ടു യു പ്ലസ് ജി ടി, എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി ജി സ്ക്വയർ, വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2gs. ക്വസ്റ്റ്യൻ വി കണ്ടുപിടിക്കാനാണ്. അതുകൊണ്ട് തന്നെ വി ഉള്ള ഇക്വേഷൻ വേണം ചൂസ് ചെയ്യാൻ. വി ഉള്ള ഇക്വേഷൻ ചൂസ് ചെയ്യുമ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ വേണം നമ്മൾ യൂസ് ചെയ്യാൻ. അപ്പൊ ഇതല്ല ഏറ്റവും സിമ്പിൾ ഇക്വേഷൻ അല്ലെ? വി ഈക്വൽ ടു യു പ്ലസ് ജി ടി. നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയുണ്ട്? ടൈമും നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാണ്? 1 സെക്കൻഡ്. ആൻഡ് യു ഈക്വൽ ടു 0 ആണ്. പിന്നെ എന്താണ്? ജി എന്ന് പറഞ്ഞാല് 10 മീറ്റർ ബൈ സെക്കൻഡ് സ്ക്വയർ ആണ്. പിന്നെന്താണ് കണ്ടുപിടിക്കേണ്ടത്? വി ആണ് അല്ലെ? സിമ്പിൾ ആയിട്ട് വി ഈക്വൽ ടു യു പ്ലസ് ജി ടി ചെയ്താൽ മതി. ആൻഡ് വി ഈക്വൽ ടു 0 പ്ലസ് ജി ടി, ദാറ്റ് ഈസ് വി ഈക്വൽ ടു ജി ഇൻറ്റു ടി. ദാറ്റ് ജി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 ആണ്. ടി എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ വി ഗോട്ട് 10 മീറ്റർ ബൈ സെക്കൻഡ്. അതാണ് അവിടെയുള്ള ഫൈനൽ വെലോസിറ്റി, അല്ലെങ്കിൽ ദ വെലോസിറ്റി ഓഫ് ദ സ്റ്റോൺ ജസ്റ്റ് ബിഫോർ ഇറ്റ് ടച്ചസ് ദി ഗ്രൗണ്ട് എന്ന് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും അല്ലെ? സെറ്റ് ആണല്ലോ? റെഡി ആണ്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബി ക്വസ്റ്റ്യൻ. ഹൗ മച്ച് ഈസ് ദി ഹൈറ്റ് ഓഫ് ദ വാൾ? ഈ വാളിന്റെ ഹൈറ്റ് എത്ര എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലേ? ഈ വാളിന്റെ, ബിൽഡിങ്ങിന്റെ ഹൈറ്റ് എത്ര? ഓക്കെ, ബിൽഡിങ്ങിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ വളരെ ഈസി അല്ലേ? എന്തൊക്കെ നമ്മുടെ കയ്യിലുണ്ട്? നമ്മുടെ കയ്യിൽ യു 0 ആണെന്നുണ്ട്. ഇപ്പൊ നമ്മൾ വി കണ്ടുപിടിച്ചു, അത് 10 ആണ്. ടൈം നമുക്ക് തന്നിട്ടുണ്ട്. എത്രയായിരുന്നു? 1 സെക്കൻഡ് ആണ്. പിന്നെ എന്തൊക്കെയാ? നമുക്ക് ജി നമുക്കറിയാം, മുകളിലും താഴേക്ക് ഇടുന്നത് കൊണ്ട് തന്നെ ജി എന്താണ്? പ്ലസ് ആണ്. 10 മീറ്റർ ബൈ സെക്കൻഡ് സ്ക്വയർ ആണ്. കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് എസ് ആണ് അല്ലെ? എസ് എന്ന് പറയുമ്പോൾ അവിടെയുള്ള എച്ച് ഹൈറ്റ് ആണ് അല്ലെ? ഹൈറ്റ് എന്ന് പറയുമ്പോൾ അല്ലെ എസ് അല്ലെ? എസ് ആണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന അല്ലെ? നമ്മൾ വേർഡ് യൂസ് ചെയ്യുന്ന എസ് ആണ്. ആക്ച്വലി ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഇനി എച്ചും എസ്സും അയ്യോ അത് വേറെ അങ്ങനെയൊന്നും അല്ല. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ എസ് എന്ന് എടുത്തു, കാരണം നമ്മുടെ ഇക്വേഷനിലൊക്കെ എസ് 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 എന്ന് പറഞ്ഞാൽ അവിടെ സഞ്ചരിച്ചിട്ടുള്ള ആ ഒരു ദൂരം അല്ലെ? അതാണ് ആ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് അല്ലെ? കല്ല് മുകളിൽ നിന്ന് താഴേക്ക് വരികയാണ്, ആ ഹൈറ്റ് ആണ് ഈ ബിൽഡിങ്ങിന്റെ ഉയരം എന്ന് പറയുന്നത്. അതായത് കല്ല് സഞ്ചരിച്ചിട്ടുള്ള ദൂരം അല്ലെ? ഡിസ്പ്ലേസ്മെന്റ് എന്തും കൊടുക്കാം. സെറ്റല്ലേ? സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിച്ചൂടെ? എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് എസ് ആയതുകൊണ്ട് തന്നെ എസ് ഉള്ള ഇക്വേഷൻ വന്നു നമ്മൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം എസ് ഉള്ള ഏത് ഇക്വേഷൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ഏതായി ചൂസ് ചെയ്യുന്നത്? ഓക്കെ, ഞാൻ ഇതെടുക്കുക. അതായത് സിമ്പിൾ ഇക്വേഷൻ അല്ലെ? സിമ്പിൾ ഇക്വേഷൻ അല്ലേ? സോ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2gs എന്നുള്ള ഇക്വേഷൻ ഞാൻ ചൂസ് ചെയ്യാൻ പോവാണ്. സോ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു ഒറ്റ കണ്ടീഷൻ ഉള്ളൂ അല്ലെ? നമ്മളെ കയ്യിലുള്ള ആൾക്കാർ അതിൽ ഉണ്ടായാൽ മതി കേട്ടോ. യു സ്ക്വയർ പ്ലസ് 2gs. സെറ്റ് അല്ലേ? സോ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പറഞ്ഞാൽ 0 ആണ്, പ്ലസ് 2gs. ദെൻ വി ഗോട്ട് വി സ്ക്വയർ ഇസ് ഈക്വൽ ടു 2gs. കണ്ടുപിടിക്കേണ്ടത് എസ് ആണ്. എസ് ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ 2g. സെറ്റപ്പ് അല്ലടാ? സെറ്റ് അല്ലേ? സോ വി എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിച്ചു. എത്രയാണ്? 10 ആണ്. സോ 10 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 100 അല്ലെ? 100 ഡിവൈഡഡ് ബൈ 2 into g എന്ന് പറഞ്ഞാൽ 10 അല്ലെ? വി ഗോട്ട് 100 ഡിവൈഡഡ് ബൈ എത്രയാണ്? 20. എത്രയാ? 5 മീറ്റർ.
നമ്മൾ എന്ത് കണ്ടു, അവിടെയുള്ള എസ് ബിൽഡിങ്ങിന്റെ ഹൈറ്റ് കണ്ടുപിടിച്ചു. സോ ഹിയർ 5 മീറ്റർ ഈസ് ദ ഹൈറ്റ് ഓഫ് ദ വാൾ അല്ലെ. വാളിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 5 മീറ്റർ ആണ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. ഇത്ര സിമ്പിൾ ആണ്. ഇനി ക്വസ്റ്റ്യൻസ് ഒരിക്കലും നിങ്ങൾ തെറ്റിക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങളെ മൈൻഡിലേക്ക് വരേണ്ടത് ഈ ഒരു പേജ് മാത്രമായിരിക്കണം. ഇതിലെന്താണ് അല്ലെ, ഇതിലറിയാം കല്ല് മുകളിലേക്ക് ഇടുക അല്ലെങ്കിൽ മുകളിൽ നിന്ന് താഴേക്ക് ഇടുക. ഈ 2 കേസസ് മാത്രമേ നിങ്ങളോട് ഈ ഒരു ചാപ്റ്ററിൽ നിന്നും ജി വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ നിങ്ങളോട് ചോദിക്കത്തുള്ളൂ. ഒന്ന് മുകളിലേക്ക് അല്ലെങ്കിൽ താഴേക്ക്. ഈ 2 കേസിലും ഉള്ള ഈ കണ്ടീഷൻസ് മാത്രം എന്ത് ചെയ്താൽ മതി, നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. സോ ഒരേ ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. എ ബോൾ ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ്, ഒരു കല്ലിനെ താഴെ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, മുകളിലേക്ക് എറിയുകയാണ്. ആൻഡ് ഇറ്റ് റീച്ചസ് ദ മാക്സിമം ഹൈറ്റ് ഓഫ് 20 മീറ്റർ. ഈ മാക്സിമം ഹൈറ്റ് എന്ന് പറഞ്ഞാലും ഒരു ഹിന്റ് ആണ് കേട്ടോ. ഈ മാക്സിമം ഹൈറ്റിൽ എപ്പോഴും ഫൈനൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. നമുക്ക് അതിന്റെ ആവശ്യമില്ല, നമ്മൾ ഓൾറെഡി ഇവിടെ ട്രിക്ക് പഠിച്ചു കഴിഞ്ഞു അല്ലേ. മുകളിലേക്ക് എറിയുന്ന സമയത്ത് നമുക്കറിയാം മുകളിലേക്ക് എറിയുമ്പോൾ വി എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. മുകളിലെത്തുന്ന ഹൈറ്റിൽ വി എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. യു എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയത്തില്ല. പിന്നെ നമുക്ക് അറിയുന്ന കാര്യം ജി എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആണ്. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ മൈൻഡിലോട്ട് വരണം. ഓക്കെ, സെറ്റ് ആണല്ലോ. അപ്പം ഇതെല്ലാം നമുക്കറിയാം. ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് ദ സ്റ്റോൺ അല്ലെ അറ്റ് ദ ഇൻസ്റ്റന്റ് ഓഫ് ത്രോയിങ്. അപ്പൊ എറിയുന്ന സമയത്തുള്ള വെലോസിറ്റി യു എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. പിന്നെ നമ്മളോട് 20 മീറ്റർ തന്നിട്ടുണ്ട് അല്ലെ. 20 മീറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ സഞ്ചരിച്ച മാക്സിമം ദൂരം അല്ലെ, അതായത് എസ് ഇസ് ഈക്വൽ ടു നമുക്ക് തന്നിട്ടുണ്ട് 20 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ആൻഡ് യു എത്ര നമുക്ക് അറിയത്തില്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. വി എന്ന് പറഞ്ഞാൽ 0 ആണ്. ജി എന്ന് പറഞ്ഞാൽ എത്രയാണ്, നെഗറ്റീവ് ആണ്. നമുക്ക് 10 എന്ന് എടുക്കാം അല്ലെ. നമ്മൾ 9.8 അല്ലെ, അതാണ് ആക്ച്വൽ വാല്യൂ എങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് ജി ഷുഡ് ബി നമ്മൾ എത്ര എടുക്കാറ്, സാധാരണ 10 ആയിട്ടാണ്. ഇനി അതല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ 10 എന്ന് എടുക്കുകയാണ്. 10 എടുത്താലും മാർക്ക് കിട്ടും, 9.8 എടുത്താലും മാർക്ക് കിട്ടും കേട്ടോ. അപ്പോൾ 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. സോ കണ്ടുപിടിക്കേണ്ടത് എന്താണ്, യു ആണ്. സിമ്പിളായിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിച്ചൂടെ അല്ലെ. നമുക്ക് ഇക്വേഷൻ ഉണ്ട്, വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2gs ആണ് നമ്മുടെ ഇക്വേഷൻ. പക്ഷെ ഇവിടുത്തെ പ്രത്യേകത ജി എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ യു സ്ക്വയർ മൈനസ് 2gs എന്നാവും നമ്മുടെ ഇക്വേഷൻ അല്ലെ. ജി നെഗറ്റീവ് ആണല്ലോ. അപ്പൊ ഇനി എന്താകും, ഇനി നമുക്കറിയാം വി എന്ന് പറഞ്ഞാൽ 0 ആണ്. സോ 0 is equal to യു സ്ക്വയർ മൈനസ് 2gs. സോ യുവിനെ ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുപോവാണ്. സോ യു സ്ക്വയർ ഇസ് ഈക്വൽ ടു 2gs എന്ന് വരും അല്ലെ. കണ്ടുപിടിക്കേണ്ടത് എന്താണ്, യു ആണ്. സോ യു ഇസ് ഈക്വൽ ടു എന്ത് വരും, യു സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 into 10 into s എത്രയാണ്, 20 അല്ലെ. അപ്പൊ എത്രയാണ് 400 എന്ന് വരും അല്ലെ. 2 into 20 into 20 400. സോ യു സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താണ് മക്കളെ, യു സ്ക്വയർ ഇസ് ഈക്വൽ ടു എനിക്ക് എത്ര കിട്ടി, 400 എന്ന് കിട്ടി. ദെൻ യു ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 400. സോ വി ഗോട്ട് 20 മീറ്റർ ബൈ സെക്കൻഡ് ആസ് ദി വെലോസിറ്റി ഓഫ് ദ സ്റ്റോൺ അറ്റ് ദ ഇൻസ്റ്റന്റ് ഓഫ് ത്രോയിങ് അപ്പ്. സിമ്പിൾ അല്ലേ. സിമ്പിളാണ്. നിങ്ങൾ 2 പ്രാവശ്യമെങ്കിലും ഈ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം വേണം ഇനി വരെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ കേട്ടോ. അപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഏത് ടൈപ്പിലുള്ള എങ്ങനെ ഇടങ്ങാറാക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസ് നിങ്ങൾക്ക് കിട്ടും. സോ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ആൻസർ എന്ത് ചെയ്യണം, വീഡിയോ കണ്ടതിന് ശേഷം താഴെ നിങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കാൻ. ഞാൻ നോക്കട്ടെ എത്രത്തോളം അല്ലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് ഇവിടെ അറിയണ്ടേ. ക്വസ്റ്റ്യൻ ഇതാണ്, കാൽക്കുലേറ്റ് ദ ടൈം ടേക്കൻ ടു റീച്ച് ദ ഹൈറ്റ്. നമ്മൾ എന്താണ് ഒരു കല്ലിനെ, ഇതിന്റെ ബി ക്വസ്റ്റ്യൻ ആട്ടോ. ഈ കല്ലിനെ താഴെ നിന്നും മുകളിലേക്ക് എറിയാണ്. യു നമുക്ക് കിട്ടിക്കഴിഞ്ഞു, വി നമുക്ക് കിട്ടിയിട്ടുണ്ട്. വി നമുക്കറിയാം അല്ലെ, വി എത്രയായിരുന്നു, 0 ആണ്. യു എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചു, എത്രയാണടാ, 20 ആണ്. പിന്നെന്താണ് അതിനടുത്തുള്ള ഡിസ്റ്റൻസ് നമുക്കറിയാം, അത് 20 മീറ്റർ ആണ്. ജി എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആണ്. എല്ലാം നമുക്കറിയാം. ടൈം ആണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. ടൈം ഉള്ള ഇക്വേഷൻ ചൂസ് ചെയ്താൽ മതി. നമ്മുടെ കയ്യിൽ 3 ഇക്വേഷൻസ് ആണുള്ളത്. വി ഇസ് ഈക്വൽ ടു യു പ്ലസ് ജി ടി ഉണ്ട്. അതുപോലെ തന്നെ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2gs. ദെൻ നെക്സ്റ്റ് ഇക്വേഷൻ എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് ജി ടി സ്ക്വയർ. ഇങ്ങനെ 3 ഇക്വേഷൻസ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഇതിൽ ഏത് ഇക്വേഷൻ വെച്ചിട്ടാണ് കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ഏറ്റവും സിമ്പിൾ ആയതായിരിക്കും വേണം, എന്നാൽ കണ്ടുപിടിക്കേണ്ട ആൾ ക്വസ്റ്റ്യനിൽ വേണം അല്ലെ. അപ്പൊ ടി ഇത് എടുക്കുക അല്ലെ. ഇതാണ് ഏറ്റവും സിമ്പിൾ ഇക്വേഷൻ. ആൻഡ് ടി ഇക്വേഷനിൽ ഉണ്ടതാണ് സിമ്പിളായിട്ട് കണ്ടുപിടിച്ചിട്ട്. സോ ടൈം എത്രയാന്ന് താഴെ നിങ്ങൾ കമന്റ് ചെയ്യുക. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്ത് അറിയിക്കുക. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ. താങ്ക് യു സോ മച്ച്.